പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ സാന്നിധ്യം ഈ കൃപാസനത്തിൽ വന്നിറങ്ങി പ്രാർത്ഥിച്ചു പോകുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഞാൻ ഇന്നത്തെ ദിവസത്തെ എൻ്റെ മക്കളുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ ദൃശ്യം സമർപ്പിച്ചുകൊണ്ട് ആശീർവദിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കളുടെ മേൽ നിൻ്റെ തിരുമുറുപാട് മരുന്നുകരം വെക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ശിരസിൻ്റെ രോഗങ്ങൾ, ബ്രെയിനിലെ സിസ്റ്റുകൾ, ബ്രെയിനിലെ ക്യാൻസറുകൾ, ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ രോഗങ്ങൾ ഈ നിമിഷം ഇത് പ്രാർത്ഥന കൂടുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി ഒഴുകുകയും നീ സുഖപ്പെടുകയും ചെയ്യട്ടെ. തൊണ്ടനൊമ്പരങ്ങൾ,
അത്തോൺസൈറ്റുകൾ, തൈറോയിഡുകൾ, ശ്വാസകോശ രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, പിസ്തുല രോഗങ്ങൾ, PCOD രോഗങ്ങൾ, സർവാംഗവാത രോഗങ്ങൾ, വൃഷ്ണരോഗങ്ങൾ, കർത്താവിൻ്റെ നാമത്തിൽ ഉച്ച മുതൽ ഉള്ളങ്കാര് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മരുന്ന് ലേപനമല്ല, അങ്ങനെ വചനമാണല്ലോ അങ്ങനെ മക്കളെ സുഖപ്പെടുത്തുന്നത്. വചനത്തിൻ്റെ കരുത്തായ ശക്തിയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അങ്ങനെ മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവെ, ഇന്നത്തെ യാത്ര, ഇന്നത്തെ സംസാരം, ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻസ്, ഇന്നത്തെ ഒപ്പുകൾ, ഇന്നത്തെ എഴുത്തുകൾ, ഇന്നത്തെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, കർത്താവ് ഇന്ന് ചെയ്തു തീർക്കേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളുടെ മേലും എൻ്റെ മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കുകയും മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരം നിലമേലങ്കിയാൽ നിങ്ങളെ പൊതിയുകയും സന്തോഷത്തോടെ നിങ്ങൾ രാത്രി തിരിച്ചു വരാൻ ദൈവം അനുവദിക്കുകയും ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ചേച്ചിമാരും അമ്മച്ചിമാരൊക്കെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. ലോകം ചെറുപ്പക്കാരെല്ലാം ഇപ്പം ഈ ലോക ഫുട്ബോളിൻ്റെ പുറകെയാണ്. അതായത് എനിക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഫുട്ബോളിലെ പ്രധാനപ്പെട്ട രാക്ഷസന്മാരൊക്കെ പുറത്തായി. അതായത് പോർച്ചുഗൽ പുറത്തായി, ബ്രസീൽ പുറത്തായി, പിന്നെ ഇപ്പം നോർവേ കയറി വന്ന് ഇന്ത്യക്കാരെന്തുകൊണ്ടാണ് സെലക്ഷൻ കിട്ടാഞ്ഞതെന്ന് ഭയങ്കര ചർച്ച. നമ്മൾ 140 കോടി ഉണ്ടല്ലോ, അപ്പോൾ നമ്മളെക്കാളും 150 കൂടെ ഗ്രാസിയ അങ്ങനെ എന്തൊക്കെ ചെറിയ രാജ്യങ്ങളൊക്കെ ഇല്ലേ, അവർക്കൊക്കെ ലോക ഫുട്ബോളിൽ സെലക്ഷൻ കിട്ടി. നമ്മളിന്ന് പറയുന്ന പല രാജ്യങ്ങളും 94-96 സെലക്ഷൻ്റെ കാലത്ത് ഈ ഇന്ത്യ 7-ാം സ്ഥാനത്തായിരുന്നു ലോകകപ്പ്. ആ ഇന്ത്യയിൽ നിന്ന് 144 പോയിരുന്നു. അപ്പോൾ കൂടിയില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം ഈ ഹാർലൻഡ് തന്നെ കളിക്കാൻ ഞങ്ങൾ കണ്ടു കാണാം. അയാളുടെ ഓട്ടം കണ്ടില്ലേ. അപ്പോൾ ഇപ്പോൾ എന്താ ഒരു സ്കൂൾ ഇറങ്ങിയിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇന്ത്യക്കാരന് സെലക്ഷൻ കിട്ടുന്നില്ല. അപ്പോൾ അതിന് ചില സാമൂഹിക ശാസ്ത്രജ്ഞന്മാരുണ്ടല്ലോ, അവരുടെ വിലയിരുത്തലുണ്ട്. അല്ല, ഒരു വിലയിരുത്തുന്നത് എനിക്ക് ഭയങ്കര റീസണബിളായിട്ട് തോന്നി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൈക്കിങ്സാണ് ഇവരൊക്കെ, ഹാർലൻഡുകാരൊക്കെ. അപ്പോൾ അവർ പണ്ട് ഒറ്റ പാമരത്തിൽ ഒറ്റ പാകെട്ടി ലോകം മുഴുവൻ ഒറ്റയ്ക്ക് കച്ചവടത്തിന് വന്ന പാർട്ടിയാണ് ഈ ബൈക്കിങ്സ് എന്ന് പറയുന്നത്, ഈ ഹാർലൻഡിൻ്റെ ആൾക്കാർ. അപ്പോൾ അവരുടെ ഭയങ്കര കാടൻ ജോലി ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അവരുടെ DNA ഒക്കെ കാടൻ DNA ആയിരിക്കും. കാര്യം കണ്ടില്ലേ, അവനെ കണ്ടില്ലേ, ആ ഓടിപ്പോണ പോക്കിൽ പലരെയും തള്ളി താഴെയിട്ടാണ് പോണത്. അയാൾക്ക് യാതൊരുവിധ കുറ്റബോധമോ ഒന്നുമില്ല. അത് കളിയുടെ ഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ട് പോവുകയും ഈ എന്ത് വിഷയത്തിൽ അത്രയും കണ്ടിങ്ങനെ റഫാണ് അവർ. ഈ റഫ് ആൻഡ് ടഫ് എന്ന് പറഞ്ഞ പോലെ ഇന്ത്യക്കാരിങ്ങനെ റഫ് ആൻഡ് ടഫ് ആകത്തില്ല. മറ്റവർക്കാണെങ്കിൽ അവർ ആംഗ്ലോ സാക്സൺ വർഗമാണ്, യൂറോപ്യൻസ്. അവരിങ്ങനെ ഒരു ആനിമലിൻ്റെ പുറകെ ഓടിച്ച് പിടിച്ച് ആണ് മാത്രമേ അവർക്ക് ഭക്ഷണം കിട്ടത്തുള്ളൂ. അവരുടെ പൂർവികർ അങ്ങനെയായിരുന്നു, ആംഗ്ലോ സാക്സൺസ്. ഇങ്ങനെ ഓടിപ്പിടിക്കണം. ചിലപ്പോൾ അതുമായിട്ട് കുത്തി ചിലപ്പോൾ ചത്തുപോയെന്നും വരും. ഇത്ര നേരം ഒരു നേരം കഴിക്കാൻ വേണ്ടി ജീവൻ പണയം വെച്ചാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. അത് കാരണം അവർ ഭയങ്കര എനർജറ്റിക്കാണ്. ആ ലോകം മുഴുവൻ അവർ കീഴടക്കിയില്ലേ. അത് ഇതുകൊണ്ടാണ്. എല്ലായിടത്തും ചെല്ലുമ്പോൾ അവരുടെ രാജ്യമല്ലേ ഉണ്ടാകണത്. കപ്പലോട്ടക്കാരുടെ കാലത്ത് അവർ പിടിച്ചെടുത്താണതല്ല. ഇന്ത്യക്കാരൻ അങ്ങനെ കപ്പലോടാനൊന്നും പോയില്ല. എന്നുവെച്ചാൽ നമ്മളെക്കുറിച്ച് പറയണതേ, നമ്മൾ എവിടെയെങ്കിലും സ്വസ്ഥമായി, നമ്മൾ വെജിറ്റേറിയനാണ്. അതുകൊണ്ട് എവിടെയെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കുക. വേണമെങ്കിൽ ആ ഇരിപ്പ് നമ്മൾ വേണമെങ്കിൽ ഒരു 10 കൊല്ലമൊക്കെ ഇരിക്കണേ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ഇതെല്ലോ മഹാഋഷിമാരുണ്ടായിട്ടില്ലേ. ഇന്നുകൊണ്ട് അത്ര ഋഷിമാർ ഹിമാലയങ്ങളിലെ. അപ്പം നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് ചെയ്യണ കാര്യങ്ങളാണ്. ഭക്ഷണം നമുക്ക് പാല് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ കുറച്ച് പഴം കിട്ടിയാൽ മതി. അതിന് വേട്ടയാടി പിടിക്കലൊന്നുമില്ല. സസ്യബുക്കുകളാണ് പൊതുവേ ഇന്ത്യക്കാർ. അതിങ്ങനെ ഒരു 2-3 ലക്ഷം കൊല്ലം ഈ DNA, ഈ ജീൻസ് ഇങ്ങനെ കൈമാറുമ്പോൾ നമ്മൾ ഇരിപ്പുകാരാകും. പക്ഷേ ഇരിക്കണ പരിപാടിക്ക് നമ്മൾ അതേ ഓടാത്ത കാര്യങ്ങളില്ലേ. ഇപ്പം ചെസ്സൊക്കെ ലോകത്തിൽ 1-ാം സ്ഥാനമാണ് നമുക്ക് ചെസ്സിന്. എന്താ, ഇരുന്നാൽ മതിയല്ല. ഫുട്ബോളിൽ 90 മിനിറ്റ് ഓടണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും, എപ്പോഴും ഓട്ടത്തിലല്ലേ. എന്ത് ഓടം എന്ത് മറിച്ചതും നമുക്ക് അറിയാൻ പറ്റത്തില്ല.
അപ്പം അതുപോലെ തന്നെയായിരിക്കും. പക്ഷേ ഇത് ഇങ്ങനെ ഒരു DNA അല്ല ഡോർമൻ DNA, അതായത് സ്റ്റാറ്റിക് ആയിട്ടുള്ള എവിടെയെങ്കിലും ഇരുന്ന് ചെയ്യണ ജോലി. ക്രിക്കറ്റിലും നമുക്ക് സ്റ്റമ്പിൻ്റെ അടുത്ത് നിന്ന് ഇടക്കൊന്ന് അടിച്ചാൽ മതിയല്ല, ഒരു സിക്സൊക്കെ അടിക്കണ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ക്രിക്കറ്റിൽ നമുക്ക് നല്ല സമ്മാനം കിട്ടിയിട്ടുണ്ട്. നമ്മളത്ര മോശക്കാരൊന്നുമല്ലേ. നമ്മുടെ DNA ഇങ്ങനെ എവിടെയെങ്കിലും ഇരിക്കുന്ന DNA ആണെന്നുള്ളത്. എന്താ ഞാനിപ്പോൾ ഇത് പറയാൻ കാര്യം, ഞാൻ നിങ്ങളെ ലോകകപ്പ് പഠിപ്പിക്കാൻ വന്നതല്ല. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥനാ ജീവിതത്തെ ഇത് ബാധിക്കുന്നുണ്ട് ശരിക്കും, പ്രത്യേകിച്ച് ഉടമ്പടി ജീവിതത്തെ. എന്താ പ്രശ്നം വെച്ചാൽ ഉടമ്പടി ഈ പുതിയ നിയമത്തിൻ്റെ ആധ്യാത്മികത ഉദ്ഘാടനം ചെയ്തപ്പോൾ ഈശോ പറഞ്ഞ് ഈ പഴയ മെഷർ കൊണ്ട് നടക്കത്തില്ല കേട്ടോ, പുതിയ വീഞ്ഞാണിത്, ഇത് പഴയ തോൽക്കുടത്തിൽ കൊണ്ടുപോയി വെക്കരുത്. മറ്റേത് അതാണ് ലൂക്ക 5:37-38. ലൂക്ക 5:37-38. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വെക്കാറില്ല. അങ്ങനെ ചെയ്താൽ പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങൾ ഭേദിച്ച് ഒഴുകിപ്പോവുകയും തോൽക്കുടങ്ങൾ നശിക്കുകയും ചെയ്യും. പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വെക്കേണ്ടത്. ഇപ്പം ഉടമ്പടി ഒരു പുതിയ വീഞ്ഞാണ്. അത് എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് ഇപ്പം ചില ആൾക്കാരൊക്കെ ഇല്ലേ പ്രത്യക്ഷ പ്രാർത്ഥന ഞങ്ങൾ 33 പ്രാവശ്യം ചൊല്ലിയെന്ന് പറയുമ്പോൾ ഈ പഴയ തോൽക്കുടമാണ്. ഇവിടെ നിന്ന് പറഞ്ഞിട്ടില്ലേ, എവിടെയെങ്കിലും ചടച്ചു കുത്തി ഇരുന്ന് ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല. ഇത് പുതിയ വീഞ്ഞാണ്, പുതിയ തോൽക്കുടങ്ങളിൽ തന്നെ വെക്കണം. ഇത് ഇറങ്ങി പ്രവർത്തിക്കുകയാണ് ചെയ്യണം. നമ്മൾ കാരുണ്യ പ്രവർത്തികൾ അങ്ങനെയാണ്. നിങ്ങൾ എന്നെ സന്ദർശിച്ചു എന്നല്ലേ പറഞ്ഞു, ഞാൻ കാരാഗൃഹവാസിയായിരുന്നു, എന്നെ സന്ദർശിച്ചു. അപ്പം ആരാണ്? കർത്താവ് നമ്മളെ സന്ദർശിക്കാൻ വന്നതല്ല, ദൈവത്തെ നമ്മൾ സന്ദർശിക്കുകയാണ് ചെയ്യണത്. റീച്ച് ഔട്ട് ചെയ്യണം. ഇപ്പോൾ റീച്ച് ഔട്ട് ചെയ്യാണ്, അല്ലാതെ വീടിനകത്ത് കുത്തിയിരിക്കുകയല്ല. അപ്പോൾ ഉടമ്പടിയിൽ വരുന്ന ഏറ്റവും വലിയ സാക്ഷ്യങ്ങളുടെ കാരണം ഇതിൻ്റെ പുതിയ വീഞ്ഞ് അത് എടുത്ത ആൾക്കാർ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ സാക്ഷ്യങ്ങളല്ല, ഇടി മുഴക്കമുള്ള സാക്ഷ്യങ്ങൾ. എന്താണ്? അവർ പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങൾ തന്നെ വെച്ചിരിക്കുന്നത്. അത് ഇടിവിട്ട് പോലെ ഇറങ്ങി പ്രവർത്തിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞ സാക്ഷ്യങ്ങളെല്ലാം അങ്ങനെയല്ലേ, ഓരോരുത്തരും ഇങ്ങനെ ഇറങ്ങി കർത്താവിൻ്റെ സുവിശേഷം കൈമാറുന്ന പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിൽ എല്ലാവരും വെക്കാനും അതുകൊണ്ട് പുതിയ ഫലങ്ങൾ ഉണ്ടാക്കാനും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയതിൽ ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് സാന്ദ്ര, ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2022 അന്ന് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള ഇങ്ങോട്ട് വരാനുള്ള ഒരു ഐഡിയയിലല്ലായിരുന്നു. കാരണം അന്ന് എൻ്റെ അമ്മയായിരുന്നു വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അമ്മയാണ് പോകാനിരുന്നത്. പക്ഷേ അമ്മയ്ക്ക് അന്ന് പോകാൻ സാധിച്ചില്ല. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് ഞാൻ അമലയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മേ എനിക്ക് ലീവ് കിട്ടുകയാണെങ്കിൽ ഞാൻ പോകും അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് എൻ്റെ ഇൻചാർജ് എന്നെ വിളിച്ചിട്ട് പറയാണ്, നാളെ നീ ലീവ് എടുത്തോ, പേഷ്യൻസ് കുറവാണ് എന്ന് ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ അങ്ങോട്ടൊന്നും ചോദിച്ചില്ല. സിസ്റ്റർ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു. കാരണം എൻ്റെ ലീവുകളൊക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷെ എന്നാലും സിസ്റ്റർ എന്നെ വിളിച്ച് ഇങ്ങോട്ട് പറഞ്ഞു, നീ നാളെ ലീവ് എടുത്തോ, കാരണം പേഷ്യൻസ് കുറവാണെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് തോന്നി ഞാൻ ഇങ്ങോട്ട് വരാൻ നിയോഗിക്കപ്പെട്ട ആൾ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വന്നു. അന്ന് എനിക്ക് എങ്ങനെ എഴുതണ്ടേ അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ എഴുതി. ഞാൻ നഴ്സിംഗ് കഴിഞ്ഞിരിക്കുകയാണല്ലോ. അപ്പോൾ OET ആണോ എഴുതണ്ടേ, ജർമ്മനാണോ പഠിക്കണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ എനിക്ക് ജർമ്മൻ തന്നെ പഠിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ജർമ്മൻ പഠിക്കാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ എക്സാമിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് ഭയങ്കര ഭയമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവൃത്തിയും ഒന്നും ഞാൻ ചെയ്തിരുന്നില്ല. പക്ഷെ ഞാൻ എന്നും 5:30 പ്രാർത്ഥിക്കും, വൈകിട്ടുള്ള പ്രാർത്ഥന ഉടമ്പടി പ്രാർത്ഥന ചൊല്ലും, അങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പോൾ അമലയിലാണെങ്കിലും ഞങ്ങൾക്ക് കെയർ മുന്നേ തുടങ്ങണം. അപ്പം ഞാൻ 5:30 4 മണിക്കൊക്കെ ഞാൻ എത്തിക്കുമായിരുന്നു. അങ്ങനെ ഇത് തുടങ്ങി. എക്സാം എഴുതിയപ്പോൾ ഞാൻ 2 മൊഡ്യൂളാണ് ആദ്യം അറ്റൻഡ് ചെയ്തത്. എനിക്ക് കോൺഫിഡൻ്റ് ഇല്ലായിരുന്നു. അങ്ങനെ അത് 2ഉം എനിക്ക് കിട്ടിയില്ല. പിന്നെ ഞാൻ വീണ്ടും എക്സാം എഴുതി.
അപ്പോൾ എനിക്ക് 4 എഴുതിയതിൽ 3 കിട്ടി, 1 കിട്ടിയില്ല. എന്നിട്ടും ഞാനിങ്ങനെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ എനിക്ക് തോന്നി ഞാനിങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, ഞാൻ ഒന്നും ചെയ്യുന്നില്ല. പത്രം കൊടുക്കാൻ എനിക്ക് മടിയായിരുന്നു. കുറച്ച് കൊടുക്കും, കുറച്ച് അങ്ങനെ വെക്കും, അങ്ങനെയായിരുന്നു. അതിനുശേഷം ഞാൻ കുറേ മാതാവിൻ്റെ അടുത്ത് സോറി പറഞ്ഞു. മാതാവേ, ഞാൻ ഇത് ഫുള്ള് ചെയ്തിട്ടില്ല, ഇനി മുതൽ ഞാൻ ഇത് മുടങ്ങാതെ ചെയ്യും, എല്ലാം ഉടമ്പടി പ്രകാരം ജീവിക്കും എന്നുള്ള ഒരു പ്രതിജ്ഞ എടുത്തു. അതിനുശേഷം ഞാൻ ഓരോ എക്സാം എഴുതുമ്പോഴും എനിക്ക് കിട്ടാണ്ട് വരും. ഞാൻ പിന്നെ പറയും മാതാവിൻ്റെ അടുത്ത്, മാതാവ് ഇനി എനിക്ക് കിട്ടുകയാണെങ്കിൽ സെൻറ്റർ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു, സെൻറ്റർ കിട്ടാൻ ഇനി സെൻറ്റർ കിട്ടുകയാണെങ്കിൽ അതെനിക്ക് എക്സാം പാസ്സാവുന്ന ഒരു സ്ഥലമാവണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് പിന്നെ കുറേ നാൾ സെൻറ്റർ കിട്ടാണ്ടിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് കിട്ടണത് സെൻറ്റർ കിട്ടിയാൽ തന്നെ ഞാൻ പാസ്സാവുമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ എനിക്ക് ഹൈദരാബാദിലെ ഒരു ഇത് കിട്ടി. അതിന് അവിടെ ചെന്ന് എക്സാമിന് ചെന്നപ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്ന ഇതിന് മുന്നിൽ ഒരു മാതാവിൻ്റെ ഗ്രോട്ടയായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയി, ഞാൻ എന്തായാലും പാസ്സാവുമെന്ന് എനിക്ക് തോന്നി. അത് കഴിഞ്ഞ് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ ചെയ്യുന്നപ്പോൾ എനിക്ക് സ്പീക്കിംഗ് മൊഡ്യൂളാണ് കിട്ടാണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ പാർട്ട്ണർ അന്ന് ഇട്ടുണ്ടായിരുന്നത് ബ്ലൂ ഷർട്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇതെന്തായാലും മാതാവിനെ കണ്ടു. പിന്നെ അതുപോലെ തന്നെ ബ്ലൂ ഷർട്ട്, പിന്നെ അവിടെ മൊത്തം ഗ്രീനാണ് അവിടുത്തെ ബാക്ക്ഗ്രൗണ്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഉപ്പ് ഇട്ട് എല്ലാവരും പറയുന്നത് പോലെ തന്നെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ആ സമയത്ത് എനിക്ക് കിട്ടിയ ക്വസ്റ്റ്യൻസ് ഭയങ്കര ടഫായിരുന്നു. പക്ഷേ എനിക്ക് എങ്ങനെ ഞാൻ പറഞ്ഞതെന്ന് അറിയില്ല, മാതാവ് എനിക്ക് പറഞ്ഞതുപോലെ ഞാൻ എല്ലാം പറഞ്ഞു. അങ്ങനെ എനിക്ക് എക്സാം ഞാൻ പാസ്സായി. അതിനുശേഷം ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ ആദ്യത്തെ തവണ കിട്ടിയില്ല. പിന്നത്തെ തവണ ഞാൻ അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ച് കാശുരൂപായും പോയി. ആ സമയത്ത് ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു. ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ജലദോഷവും പിന്നെ ചെവിയൊക്കെ അടഞ്ഞ പോലെ അന്ന് ഭയങ്കര എനിക്കൊന്നും നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി. അവർ പറഞ്ഞത് കേൾക്കോ, നെറ്റ് അങ്ങനെ പ്രോബ്ലം ഉണ്ടാവും, അങ്ങനെയൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, 2 തിരിയും കത്തിച്ച് വെച്ചു, പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ അവിടെ കത്തിച്ച് വെച്ചിട്ട് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ആ സമയത്ത് 1/2 മണിക്കൂർ പറഞ്ഞ ഇൻ്റർവ്യൂ 10 മിനിറ്റ് ആകുമ്പോഴേക്കും എൻ്റെ കഴിഞ്ഞു. അത് അവർ ചോദിക്കല്ല ചെയ്ത്, അവരെൻ്റെ അടുത്ത് പറഞ്ഞു, തനിക്ക് എന്താണ് ഞങ്ങളുടെ അടുത്ത് ചോദിക്കാനുള്ളത്, നീ ചോദിച്ചോ, ഞങ്ങൾ പറയാമെന്ന്. അന്ന് ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറഞ്ഞിരുന്നു, ഇന്നിങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പോകണം, നീ സംസാരിക്കണത്, നിൻ്റെ അടുത്ത് സംസാരിക്കണത് ഈശോയും അമ്മ മാതാവായിരിക്കും ഇങ്ങനെ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ. അങ്ങനെ ഒരു വേർഡ് അച്ഛൻ പറഞ്ഞിരുന്നു. അപ്പം ഞാനത് വിശ്വസിച്ചു. എനിക്ക് ഇൻ്റർവ്യൂവിന് അമ്മ മാതാവും ഈശോപ്പനായിരിക്കും ഞാൻ വിചാരിച്ചു. അതുപോലെ തന്നെ എനിക്കൊരു അമ്മ മാതാവിൻ്റെ പോലെ തന്നെ ഒരു നല്ലൊരു ലേഡി ആയിരുന്നു, പിന്നെ ഒരു ആളുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവരിങ്ങോട്ട് ചോദിക്കുകയാണ് ചെയ്തത്, എന്താ നിങ്ങൾക്ക് ചോദിക്കാനുള്ള എന്നാൽ പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പോൾ തന്നെ അവർ പറഞ്ഞു, അവരെൻ്റെ പേര് എഴുതിയെടുത്തു, അപ്പോൾ തന്നെ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ 1/2 മണിക്കൂർ നീണ്ട എൻ്റെ ഇൻ്റർവ്യൂ വെറും 10 മിനിറ്റിനുള്ളിലേ കഴിഞ്ഞു. അപ്പം തന്നെ അവർ സെലക്ട് ആയി എന്നും പറഞ്ഞു. അതിനുശേഷം ഇതിൻ്റെ ഫലമായിട്ട് സർട്ടിഫിക്കറ്റുകളൊക്കെ അവിടേക്ക് അയക്കേണ്ട ഒരു ഇതുണ്ട്. അപ്പോൾ നമ്മളിത് കൊറിയർ വഴിയാണ് അയക്കണത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റും നമ്മൾ കൊറിയർ വഴി അയക്കേണ്ടത്. അപ്പോൾ ഞാനിങ്ങനെ ട്രാക്കിംഗ് നമ്പർ നോക്കി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു ഐഡിയയും ഇല്ല, ഒരു അപ്ഡേഷനും ഇല്ല, അവിടെ എത്തിയെന്നൊന്നുമില്ല. അപ്പോൾ എന്നിട്ട് അവിടെ നിന്ന് ഒരു കസ്റ്റംസിൽ നിന്ന് എനിക്കൊരു ഫോൺ കോൾ വന്നു, നിങ്ങളുടേത് കൊറിയർ ആക്ടിവേറ്റ് ആയിട്ടില്ല, അതിന് കുറച്ച് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ പോസ്റ്റ് ഓഫീസ് വഴിയാണ് ചെയ്തത്, ഞാൻ അവിടെ പോയി ചെയ്തോളാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല, ഓൺലൈൻ വഴിയായിട്ട് തന്നെ നമുക്കിത് ചെയ്യാം എന്ന് പറഞ്ഞു. എന്നാൽ ശരി, അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് അവർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു ആപ്പ് എടുക്കാൻ പറഞ്ഞു. ആ ആപ്പ് തുറന്നു, അതിൽ അവർ പറയുന്നതൊക്കെ ഫില്ല് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു, ഒരു 5 രൂപ നിങ്ങൾ അടയ്ക്കണം എന്ന് പറഞ്ഞു.
ആ സമയത്ത് ഞാൻ ഗൂഗിൾ പേ ഒക്കെ ചെയ്യാറുള്ള ആളാണ്. എനിക്ക് മൊത്തത്തിൽ ബ്ലാങ്ക് ആയിപ്പോയി. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്താ പറയുക, ഒക്കെ സ്റ്റെക്കായി പോവുക. അത് കഴിഞ്ഞിട്ട് ആൾ പറഞ്ഞു ഇതിൽ നിന്ന് വരാൻ പറ്റുന്നില്ലെങ്കിൽ വേറെ ആരുടെ ഫോണുള്ള അതിൽ നിന്ന് ചെയ്യാൻ പറഞ്ഞു. അതുപോലെ മമ്മിയുടെ ഫോൺ എടുത്തു, മമ്മിയുടെ ഫോൺ വെച്ച് ചെയ്തു, അതിൽ നിന്നും പോകുന്നില്ല. അത് ഞങ്ങൾ പറഞ്ഞു ഇതിൽ നിന്ന് പോകുന്നില്ല. അപ്പോൾ അവർക്ക് അവിടെ കിട്ടുന്നുമില്ല. അപ്പോൾ അവർ പറഞ്ഞു ട്രൈ ചെയ്യുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ആ സമയത്ത് ഡാഡി കയറി വന്നു. അപ്പോൾ ഡാഡി പറഞ്ഞു ഇതിപ്പോൾ ചെയ്യണ്ട, നിങ്ങൾ എന്ത് ചെയ്യണേന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ചെയ്യണേ. അപ്പം നിങ്ങൾ എന്ത് വിട്ടിട്ടാ ചെയ്യണേ, ഇങ്ങനെയൊന്നും ചെയ്യണ്ട, നമുക്ക് പോസ്റ്റ് ഓഫീസിൽ പോയി ചോദിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് പോസ്റ്റ് ഓഫീസിൽ പോയി ചോദിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഇല്ല, സാധനം അവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം എനിക്കിത് ഭയങ്കര ഇതായി. അത് കഴിഞ്ഞിട്ട് മമ്മി കാറ്റീസൺ ടീച്ചറാണ്. അപ്പം മമ്മി ഇങ്ങനെ ഇതിൽ ഒരു സെമിനാറിൻ്റെ ഇത് ഞാൻ എഴുതി കൊടുക്കായിരുന്നു. അപ്പം മമ്മി ഇങ്ങനെ എനിക്ക് വായിച്ചു തരാൻ ഞാൻ എഴുതാം. അപ്പം ഞാൻ മനസ്സിൽ മമ്മി എഴുതുമ്പോഴും എനിക്ക് മനസ്സിൽ ഞാൻ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുക, ഇതെൻ്റെ അമ്മ മാതാവാണോ എന്നിങ്ങനെ രക്ഷിച്ചത്, ഇത്ര വലിയ ഒരു തട്ടിപ്പിൽ നിന്ന്, അതായത് ഓൺലൈൻ തട്ടിപ്പിൽ നിന്ന് എന്നെ രക്ഷിച്ചത് എൻ്റെ അമ്മ മാതാവാണോ എന്ന് ഞാൻ മനസ്സിൽ ചിന്തിക്കുമ്പോഴേക്കും മമ്മി പറയാണ്, അതിലുള്ളൊരു വാചകം ഇങ്ങനെയാണ്, പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൽ വിശ്വാസം അർപ്പിക്കുവിന്ന്. അപ്പം ഞാൻ ഉറപ്പിച്ചു ഇതെൻ്റെ മാതാവ് എന്നെ ആ ഒരു തട്ടിപ്പിൽ നിന്ന് എന്നെ രക്ഷിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നും മാതാവിൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും സംസാരിക്കും. മാതാവിൻ്റെ അടുത്ത് ഞാൻ റൂമിൽ വന്നിട്ട് എപ്പോഴും ഒന്നിലേക്ക് കരയും, അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. മാതാവ് എന്തത് ഇങ്ങനെ ഒന്നും ശരിയാവുന്നില്ലല്ലോ എന്ന് പറയും. അങ്ങനെ ഇരിക്കുന്ന സമയത്തൊക്കെ എനിക്ക് മെഴുകുതിരിയിൽ മാതാവിൻ്റെ പ്രസൻസ് കാണും. ഒന്നില്ലെങ്കിൽ ലവ്, ഒന്നില്ലെങ്കിൽ പൂക്കൾ, അങ്ങനെയൊക്കെ. അപ്പം അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പം ഞാൻ വിചാരിച്ചു 7 ഒരു നമ്പർ എൻ്റെ തിരിയിൽ വന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഒന്നില്ലെങ്കിൽ ജനുവരി 7 ഞാൻ പോവുമായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഇത് അന്നായിരിക്കും വരണേന്ന് വിചാരിച്ചു. അത് ജനുവരി 7 ഒരു ഇതുമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് 23 എന്നുള്ളൊരു നമ്പർ കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ബർത്ത്ഡേ ഏപ്രിൽ 23 അപ്പം മാതാവ് എനിക്ക് ഗിഫ്റ്റ് തരാനാവൂലേന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് ചോദിക്കും ഇങ്ങനെ. അപ്പം എൻ്റെ ഏപ്രിൽ കഴിഞ്ഞിട്ടും എനിക്കൊരു ഇതുമില്ല. 23 കഴിഞ്ഞു. അപ്പം എനിക്ക് വിഷമം. പിന്നെ ഞാനത് മറന്നു. സാരില്ല, എനിക്ക് സമയമായിട്ടുണ്ടാവില്ല, എനിക്ക് എന്തോ വലുത് മാതാവ് നന്നായിട്ട് ഒരുക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ഈ ജൂൺ 23 എൻ്റെ വിസ വന്നു. അതുപോലെ തന്നെ വിസയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അപ്ലൈ ചെയ്തപ്പോഴും VFSൽ ചെന്നപ്പോൾ എനിക്ക് കിട്ടിയ നമ്പർ 7 ടോക്കൺ നമ്പർ 7. പിന്നെ ഞങ്ങൾ അന്ന് അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ലേറ്റായി, കാരണം 11 മണിക്കാണ് അപ്പോയിൻമെൻറ്റ്. ഞാൻ അവിടെ എത്തിയപ്പോൾ ബ്ലോക്ക് കാരണം 11:30. അപ്പം ഞാൻ ഭയങ്കര ടെൻഷനായിട്ട് പോയേ. അപ്പോൾ അവരവിടെ ചെന്നപ്പോൾ അവിടെ ടെക്നിക്കൽ എററാണ്, അതായത് ആദ്യം വന്നവർ പോലും റെഡി ആയിട്ടില്ല. അപ്പം അവർ ഇരിക്കുകയാണ് എല്ലാവരും ഇതായിട്ട്. അപ്പം എന്നെ കയറ്റി. അപ്പം എന്നിട്ട് അന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു നമ്മൾ എന്ത് നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ. അന്നത്തെ ഡെയിലി ബ്രെഡിൽ പറഞ്ഞിരുന്നു എന്ത് നിയോഗത്തിന് ഇത് നിങ്ങളുടെ ഡോക്യുമെൻറ്റുകളൊക്കെ വെച്ച് പ്രാർത്ഥിക്കണം, അത് ഇന്ന സ്ഥലത്ത് പോയിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ഓൾറെഡി നേരം വൈകിയല്ലോ. അപ്പം ഞാൻ കാറിലിരുന്നിട്ട് ഇത് കേട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ടെക്നിക്കൽ എറർ ആയതുകൊണ്ട് അവിടെ ഒന്നും നടക്കുന്നില്ല. അപ്പം ഞാൻ അത് വീണ്ടും കാണാൻ തുടങ്ങി. ആ സമയത്ത് ഞാൻ എന്നിട്ട് കാണുമ്പോൾ ഇപ്പം എന്നെ വിളിക്കുന്നു. പക്ഷേ ടെക്നിക്കൽ എററാന്ന് പറഞ്ഞിട്ട് അവരെന്നെ വിളിച്ചില്ല. ഞാനത് ഫുള്ളും കാണും ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ആ സമയത്ത് ഓർത്തില്ല എനിക്ക് കിട്ടിയത് നമ്പർ ടോക്കൺ 7. അത് കഴിഞ്ഞിട്ട് 23 എനിക്ക് വിസ അപ്രൂവൽ വന്നത്. അപ്പോഴും ഞാൻ മറ്റേ 23 മറന്നുപോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് മാതാവ് എനിക്ക് വേണ്ടി ഒരുക്കിയിരുന്നത് 23 പറഞ്ഞതിൻ്റെ വിസ അപ്രൂവലിൻ്റെ തീയതിയായിരുന്നു 23 എന്നുള്ളത്. പിന്നെ 7 എന്നുള്ളത് ഈ മാസം 7, അതായത് ജൂലൈ ആണ് മാതാവ് എനിക്ക് കാണിച്ചു തന്നിരുന്നത്. അപ്പോൾ ഈ മാസം 12 ഞാൻ ഓസ്ട്രിയയ്ക്ക് പോവാണ്. അതുപോലെ തന്നെ എനിക്ക് ഇതിനിടയിൽ കുറേയധികം മാതാവിൻ്റെ പ്രസൻസ് ഉണ്ടായിട്ടുണ്ട്. അതിനിടയിൽ എൻ്റെ അമ്മയ്ക്ക് പെട്ടെന്നൊരു സ്ട്രോക്ക് വന്നു. അപ്പോൾ ഞാൻ കൃപാസനത്തേക്ക് വരുന്ന സമയത്ത് അതിനുവേണ്ടി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ അമ്മ ഭയങ്കരമായിട്ട് ഒരു ഭാഗത്തേക്ക് കോടിപ്പോയായിരുന്നു. ആ സമയത്ത് ഞാനും ചേച്ചിയും കൂടിയാണ് അമ്മനെ ആശുപത്രി കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോൾ ഡോക്ടർമാരൊക്കെ പറഞ്ഞു ആൾക്ക് സ്ട്രോക്കിൻ്റേതായ ഒന്നും കാണുന്നൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, ഇത് വല്ല ഫേഷ്യലിന് എന്തോ
സംഭവിച്ചേക്കണതാണ്. പക്ഷെ എൻ്റെ മനസ്സിലേ പറഞ്ഞിരുന്നു എന്തോ ഒരു സംതിങ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ട്. അപ്പം ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞു നമുക്കൊരു MRI എടുത്ത് നോക്കിയാലോ എന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു നിങ്ങളുടെ ഡൗട്ട് അതാണെങ്കിൽ നമുക്കത് ചെയ്ത് നോക്കാം എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ MRI ചെയ്യാൻ കൊണ്ടുപോയപ്പോൾ അവിടെ മാതാവിൻ്റെ ഒരു വലിയ രൂപം ഫോട്ടോ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഉറപ്പിച്ചു ഇത് മാതാവ്. എന്നിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെളിപ്പെടുത്തി തരണം, എന്താ അസുഖമാണ് എന്ന് വെച്ചാൽ അത് പറഞ്ഞു തരണം, എന്നാലേ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു നമുക്കിത് ഇത് വരാൻ റിസൾട്ട് വരാൻ വൈകും, നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം, ഇപ്പോൾ വാർഡിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ വാർഡിൽ ചെന്ന സമയത്ത് അമ്മേരെ ബെഡ് ഇരിക്കണതിൻ്റെ തൊട്ടപ്പുറത്തെ ടേബിളിന്മേ കൃപാസനം പത്രം ഇരിക്കുന്നുണ്ട്. അത് ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന എൻ്റെ മാതാവിൻ്റെ അതേ ഫോട്ടോ അത്രയും വലുപ്പത്തിൽ ഒരു തരം ഇവിടെ തൊട്ട് ഇവിടെയുള്ള ഒരു നീളം എൻ്റെ കയ്യിലുള്ള ആ നീളത്തിലുള്ള അത്രയും തന്നെ കൃപാസനം പത്രത്തിൽ ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ എന്നും വൈകിട്ട് പ്രാർത്ഥിക്കുന്ന അതേ രൂപം. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ എന്നിട്ട് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവ് ഇത് വെളിപ്പെടുത്തി തന്നെയെന്ന്. അപ്പം ഒരു 3:30 സമയമായിരുന്നു. ആ സമയത്ത് 3:30 സമയം ഞാൻ ഇത് വിചാരിച്ച സമയത്ത് തന്നെ ഒരു സിസ്റ്ററിൻ്റെ അടുത്ത് വന്നിട്ട് വിളിച്ചു, മോളെ വിളിക്കുന്നുണ്ട് ഡോക്ടർ വരുമോ എന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ ചെയ്യുന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അമ്മയ്ക്ക് മൈൽഡായിട്ട് സ്ട്രോക്ക് വന്നിട്ടുണ്ട്, നമുക്കിപ്പോൾ തന്നെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്ക് വലിയൊരു ഇതായിരുന്നു. അതുകൊണ്ട് അമ്മേനെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതാക്കാൻ പറ്റി. 2 ആഴ്ചയ്ക്കുള്ളിൽ അമ്മ സൗഖ്യപ്പെട്ടു. അതുപോലെ തന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തികളായിട്ട് ചെയ്തിരുന്നത് ഞങ്ങളുടെ അടുത്തുള്ള PC ഹോമിൽ പോയിട്ട് അവിടെയുള്ളവരെ അവർക്ക് ഫുഡ് വാരി കൊടുക്കലും അവർക്ക് ബൈബിൾ വായിച്ചു കൊടുക്കലും പിന്നെ അതുപോലെ തന്നെ അവരുടെ തുണികൾ മടക്കി വയ്ക്കുക, പിന്നെ അവരെ കുളിക്കാൻ സഹായിക്കുക, അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം മെഡിക്കൽ കോളേജുകളിലൊക്കെ കൊണ്ടു കൊടുക്കും. ഒരു പ്രാവശ്യം ഞാൻ പത്രം കൊടുക്കാൻ പോയ സമയത്ത് ഞാൻ എപ്പോഴും പത്രം കൊടുക്കുമ്പോൾ അത് എത്ര പത്രമാണ് കൊടുക്കുന്നത് അത് രൂപത്തിൻ്റെ മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കും. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അത് ഉപ്പിട്ട് കുരിശ് വരച്ച് ഓരോ പത്രം എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ഒരു വചനം എടുത്തിട്ട് ആ വചനം അതിൽ എഴുതി വെക്കും. എന്നിട്ടാണ് ഞാൻ ഇതാർക്കാണ് കയ്യിലെത്തണേ അവരുടെ ജീവിതമായി അനുഭവപ്പെട്ട ഒരു വചനം ഇതിൽ ഈശോപ്പ എനിക്ക് തരണേ എന്ന് പറഞ്ഞ് എഴുതിയിട്ടാണ് ഞാൻ ഓരോ പത്രം എടുക്കാറ്. എന്നിട്ട് അങ്ങനെ പോണ സമയത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് മാതാവിൻ്റെ രൂപത്തിൽ നിന്ന് ഒരു ലവിൻ്റെ ഒരു ഇത് കിട്ടി, പ്രസൻസ് കിട്ടി. അത് ലവിൻ്റെ ഒരു ചിഹ്നം വന്നു മെഴുകുതിരിയിൽ. അങ്ങനെ ഞാൻ കൊടുക്കാൻ വേണ്ടി പോയ സമയത്ത് മെഡിക്കൽ കോളേജിന് അടുത്തുള്ള ഓട്ടോ ചേട്ടന്മാരുണ്ട്. അവിടേക്ക് പോയപ്പോൾ 2 പേരുടെ അടുത്ത് ഞാൻ അങ്ങനെ പറഞ്ഞു, എൻ്റെ സാക്ഷ്യം അവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തു, എനിക്ക് ഇങ്ങനെ ഉണ്ടായി ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവരെല്ലാവരും അവിടെയുള്ള എല്ലാ ഓട്ടോക്കാരെയും വിളിച്ച് റൗണ്ടായി നിർത്തി ഒരു ക്ലാസ് പോലെ എൻ്റെ അടുത്ത് ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു തരുമെന്ന് ചോദിച്ചു. അങ്ങനെ എനിക്ക് ഈശോ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ അവർക്ക് എല്ലാവർക്കും ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് സാധിച്ചു. അന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായി. എല്ലാ ചേട്ടന്മാരും പോണ ചേട്ടന്മാരെ പോലും അവർ വിളിച്ച് ചെയറിട്ട് കൊടുത്ത് അവിടെ ഇരുത്തി. അന്ന് ഞാൻ റോട്ടിൽ ഞാനിങ്ങനെ പ്രസംഗിച്ചു, അതായത് ഈശോനെ കുറിച്ച്, ഇവിടുത്തെ കൃപാസനത്തെക്കുറിച്ച്, ഇവിടുത്തെ വചനത്തെക്കുറിച്ച് എനിക്കുണ്ടായതൊക്കെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ എനിക്ക് തോന്നി ഇനി എനിക്കിങ്ങനെ വചനങ്ങൾ പ്രഘോഷിക്കാം, അങ്ങനൊരു തോന്നി. അതായത് നമുക്ക് വിശേഷ വിദ്യയായിട്ട് എന്താ ചെയ്യാൻ പറ്റാമെന്ന് അച്ഛൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ അത് റീൽസ് ചെയ്യാം, അതിൽ വചനം പ്രഘോഷിക്കാം. ഓരോ ദിവസവും ഓരോ വചനം എടുത്ത് അതിനെക്കുറിച്ച് പറഞ്ഞ് പിന്നെ കൃപാസനത്തെക്കുറിച്ചും ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ വീഡിയോസിൽ. അങ്ങനെ തുടങ്ങി. അപ്പോൾ എനിക്കിത് തുടങ്ങാൻ ആദ്യം അങ്ങനെ എങ്ങനെ ചെയ്യുക, വീഡിയോ എടുക്കാനൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കുറേ പ്രാർത്ഥിച്ചു. പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കിങ്ങനെ ഒരു ഇത് കിട്ടി, നീ മറ്റുള്ളവരെ മുന്നോട്ട് നയിക്കുവിൻ പ്രകാശത്തിലൂടെ. മത്തായി 5:16 എന്നുള്ളൊരു വചനം എനിക്ക് കിട്ടി. എന്നിട്ട് ഞാൻ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ അതിങ്ങനെയായിരുന്നു, മറ്റുള്ളവരെ ഇതിലേക്ക് മുന്നോട്ട് നയിക്കുക സുവിശേഷത്തിൻ്റെ അതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിറ്റേ ദിവസം എനിക്ക് ഈ തുടങ്ങണേക്കാട്ട് മുന്നേ ഞാൻ കൃപാസനത്തിലേക്ക് വന്നു. അമ്മ മാതാവിൻ്റെ അടുത്ത് ചോദിച്ചു, മാതാവ് എനിക്ക് ടെൻഷനുണ്ട്, ഞാനിങ്ങനെ തുടങ്ങാൻ പോവാണ് ഒരു ചാനൽ ഇതുപോലെയാണ്, എനിക്കറിയില്ല, മറ്റുള്ളവരൊക്കെ എന്നെ കളിയാക്കിയാലും കുഴപ്പമില്ല, പക്ഷെ ഞാനത് ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ ചോദിച്ചു.
പക്ഷെ അതിന് മുന്നൊക്കെ എനിക്ക് ഇവിടെ വരുമ്പോൾ മാതാവിനെയാണ് കിട്ടാറ്. ഇവിടെ പ്രദക്ഷിണമായിട്ട് പോകുമ്പോൾ മാതാവിനെയാണ് എനിക്ക് കിട്ടാറ്. എനിക്ക് അന്ന് കിട്ടിയത് മെഴുകുതിരിയായിരുന്നു, മെഴുകുതിരി കാലമായിരുന്നു കിട്ടിയത്. അപ്പം എനിക്ക് മനസ്സിലായി മറ്റുള്ളവരെ പ്രകാശത്തിലൂടെ മുന്നോട്ടിലേക്ക് നയിക്കുക എന്നതാണ് എൻ്റെ ഒരു ദൗത്യമെന്ന് എനിക്ക് മനസ്സിലായി. മാതാവ് എനിക്കത് വെളിപ്പെടുത്തി തന്നു. അതുപോലെ എന്നിട്ട് ഞാൻ അന്ന് പത്രം കൊടുക്കാൻ പോയപ്പോൾ ഒരു ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, മോളിതുപോലെ പ്രസംഗിച്ച് നിങ്ങൾ ഓരോ യൂട്യൂബിലാ അങ്ങനെ ഇട്ട് നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടനും കൂടിയും പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അധികം സന്തോഷമായി. ഞാൻ പിന്നെ തുടങ്ങി. ഇപ്പോൾ ഒരു 26-27 വീഡിയോസ് ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ 26-27 വീഡിയോസ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മാതാവും ഈശോയ്ക്കും തന്ന നല്ല ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ എൻ്റെ പ്രാർത്ഥന ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിള് എന്നും വായിക്കും. അതുപോലെ തന്നെ എന്നും ഞാൻ എപ്പോഴും ഞാൻ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് എന്നെ വലിയൊരു സാക്ഷിയായി ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഇതൊക്കെയാണ് എൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈ ഷോപ്പയ്ക്കും അമ്മ മാതാവിനും ഒരായിരം നന്ദി ഞാൻ പറഞ്ഞു. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കുവാൻ എന്നെ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് അമൽ റോയി. ഞാൻ ഇടുക്കി ജില്ലയിലെ പടമുഖം ഫൊറോയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ കൃപാസനത്തിൽ വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സിസ്റ്റർ ഇവിടെ ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറയുകയുണ്ടായി. ആ പ്രചോദനത്താലാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഏപ്രിൽ 10, 2024 ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാൾട്ട എന്ന രാജ്യത്തേക്ക് ഞാൻ വിസയ്ക്ക് വേണ്ടിയിട്ട് പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പേപ്പർ വർക്കിൻ്റെ ലാഗ് കാരണം അത് സ്പീഡപ്പ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത്. എൻ്റെ ആദ്യത്തെ നിയോഗം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കുവാനായിട്ട് എന്നെ അനുഗ്രഹിക്കണമേ എന്നായിരുന്നു. രണ്ടാമത്തെ നിയോഗമായിട്ട് ഞാൻ മാൾട്ടയ്ക്ക് ആണ് വെച്ചത്. അപ്പോൾ ഞാൻ അത് വെച്ച് ഏപ്രിൽ 10 ഉടമ്പടി എടുത്ത് 3 മാസത്തെ 90 ദിവസത്തെ എൻ്റെ ഉടമ്പടി മനോഹരമായിട്ട് തന്നെ ഞാൻ ഉടമ്പടിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷേ എൻ്റെ പേപ്പർ വർക്ക് ലാഗടിച്ചു തന്നെ നിൽക്കുമായിരുന്നു. അതിനൊരു വ്യത്യാസം ഉണ്ടായില്ല. ഏകദേശം എൻ്റെ ഉടമ്പടി കഴിഞ്ഞ് സെപ്റ്റംബർ 24 ആയിരുന്നു എനിക്ക് പെർമിറ്റ് വരുന്നത്. നവംബർ 1 ഞാൻ വിസയ്ക്ക് വയ്ക്കുന്നത്. ഞാൻ ആദ്യത്തെ ഉടമ്പടി എടുത്തു, പിന്നെ ഞാൻ ഉടമ്പടി എടുത്തില്ല. 90 ദിവസത്തെ ഉടമ്പടി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വിസയൊക്കെ വെച്ച് വിസ വന്നിട്ട് ഉടമ്പടി എടുക്കാമെന്നുള്ളൊരു ധാരണയാണ് നിന്നത്. പക്ഷേ ദൈവം എന്നെ അനുഗ്രഹിച്ചില്ല. ഡിസംബർ 10 എനിക്ക് വിസ റിജക്ഷൻ വന്നു. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് ആൾക്കാരോട് പറഞ്ഞ് എൻ്റെ ഫ്രണ്ട്സിനോടും അവർ കുടുംബക്കാരോടൊക്കെ പറഞ്ഞു തന്ന എൻ്റെ വിസ എനിക്ക് കിട്ടാണ്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് വിഷമമായി. കാരണം ആത്മീയമായിട്ട് ഞാൻ ഒട്ടും പുറകിലല്ലാണ്ടിരുന്ന ആളായിരുന്നു ഞാൻ. അങ്ങനെ കൃപാസനത്തിൽ വന്ന് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഞാൻ എന്നും ജപമാലയൊക്കെ ചെല്ലുമായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം പോലും മുടക്കം വന്നിട്ടില്ല. പക്ഷേ അമ്മ എന്തുകൊണ്ട് എന്നെ അനുഗ്രഹിച്ചില്ല എന്നുള്ളൊരു ചോദ്യം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ആ കാര്യം കഴിഞ്ഞ് പിറ്റേ വർഷം 2025 ജനുവരി 1 ഞാൻ വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അതെൻ്റെ ആദ്യത്തെ ഉടമ്പടി പുതുക്കലായിരുന്നു. ആ ഉടമ്പടിയിൽ ഞാൻ വളരെ ഉഴപ്പായിരുന്നു. ആദ്യത്തെ 1 മാസം ഞാൻ നന്നായിട്ട് കൊണ്ടുപോയെങ്കിലും പിന്നീട് എനിക്ക് നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. നന്നായിട്ട് ഞാൻ ഉഴപ്പി. പിന്നെ ആ മാസത്തിൽ തന്നെ ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി മാസത്തിൽ ഉടമ്പടി നിൽക്കുമ്പോൾ തന്നെ ഞാൻ സൗദിയിലേക്ക് ഒരു പേപ്പർ വർക്കും ചെയ്തു. ഞാൻ നേഴ്സാണ്, ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ സൗദിയിലേക്കുള്ള പേപ്പർ വർക്ക് ചെയ്തപ്പോഴത്തേക്കും പേപ്പർ വർക്കെല്ലാം നല്ല ഭംഗിയായിട്ട് നടന്നു. അവസാന ഘട്ടത്തിൽ വിസയ്ക്ക് വയ്ക്കുന്നതിന് മുമ്പ് മെഡിക്കൽ എന്നൊരു സംഭവമുണ്ട്. അപ്പോൾ മെഡിക്കൽ ചെയ്യാനായിട്ട് ഞാൻ മാർച്ച് മാസത്തിൽ ഡേറ്റ് എടുത്തു. മെഡിക്കൽ ചെയ്തു. അന്ന് തന്നെ എനിക്ക് റിസൾട്ട് വന്നു. ഞാൻ മെഡിക്കലിൽ റിജക്റ്റായി. എനിക്ക് കാൽസിഫിക്കേഷൻ എന്നൊരു സംഭവം കൊണ്ടാണ് ഞാൻ റിജക്റ്റ് ആയത്. ഞാൻ ഒരുപാട് കരഞ്ഞു. ഞാൻ ബാംഗ്ലൂരാണ് മെഡിക്കൽ ചെയ്തത്. പിന്നെ അടുത്ത മാസം 1 മാസം കഴിഞ്ഞിട്ടാണ് അടുത്ത മെഡിക്കൽ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന തന്നെയായിരുന്നു. പക്ഷേ ഭയങ്കര ഉഴപ്പായിരുന്നു. കാരണം എൻ്റെ ജീവിതത്തിൽ തോൽവി മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. തോൽവിയെ മാത്രമായിട്ട് ഉണ്ടായിക്കൊണ്ടിരുന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥന കുറവായിരുന്നു. എന്നാലും ഞാൻ മാതാവിലുള്ള വിശ്വാസം കുറഞ്ഞില്ല. ഞാനങ്ങനെ ഏപ്രിൽ മാസത്തിൽ ഞാൻ കൊച്ചിയിൽ വെച്ച് മെഡിക്കൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഡേറ്റ് എടുത്തിട്ട് ഞാൻ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് പിറ്റേ ദിവസം മെഡിക്കൽ പോയി ചെയ്തു. അന്ന് അതിൻ്റെ റിസൾട്ട് വന്നു. അന്നും ഞാൻ ഫെയിലായി. അങ്ങനെ എനിക്ക് മാൾട്ടയ്ക്ക് റിജക്ഷൻ കിട്ടി. അത് കഴിഞ്ഞ് സൗദിക്ക് റിജക്ഷൻ കിട്ടി. അങ്ങനെ മൊത്തത്തിൽ പരാജയപ്പെട്ട് താഴെ നിന്ന സമയത്ത് ഞാൻ ഏപ്രിലിൽ വീണ്ടും ഉടമ്പടി എടുത്തു. ആ ഉടമ്പടിയിലും ഞാൻ നന്നായിട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചു. അച്ഛൻ എപ്പോഴും ഡെയിലി ബ്ലെസ്സിങ്ങിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഉടമ്പടി എടുക്കുകയാണെങ്കിൽ ഉടമ്പടിയിൽ ഉഴപ്പിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പണി കിട്ടും. പണി മേടിച്ച് വെക്കരുതെന്ന് എനിക്കറിയാവുന്ന കാര്യമാണ്. പണി മേടിച്ച് കിട്ടുമെന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉഴപ്പിയതിനുള്ള പണി എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഞാൻ എൻ്റെ അപ്പൻ്റെ മുന്നിൽ അമ്മയുടെ മുന്നിൽ
നാട്ടുകാരുടെ മുന്നിൽ, ഫ്രണ്ട്സിൻ്റെ മുന്നിൽ എല്ലാം ഞാൻ ഭയങ്കരമായിട്ട് നാണം കെട്ടു. കാരണം ഞാൻ മാൾട്ടയിലേക്ക് വെച്ചതും അതുപോലെ തന്നെയുള്ള ഓരോ കാര്യങ്ങളും ഞാൻ എല്ലാവരും പറയുമായിരുന്നു. എൻ്റെ മനസ്സിലൊരു കാര്യം ഇരിക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും മുന്നിൽ നാണം കെട്ടു. അങ്ങനെ എന്നൊരവസ്ഥയിൽ ഞാൻ വീണ്ടും എനിക്ക് ഉടമ്പടി ഉണ്ടായിരുന്നു. ആ ഏപ്രിലെടുത്ത ഉടമ്പടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഏകദേശം ജൂൺ മാസത്തിൽ ഉടമ്പടി കഴിഞ്ഞു. ജൂലൈ മാസത്തിൽ എനിക്ക് പെട്ടെന്നൊരു ഇൻ്റർവ്യൂ വന്നു മാൾട്ടയിലേക്കുള്ള വേറൊരു ഏജൻസി വഴി. ആ ഏജൻസിയിൽ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ പാസ്സായി. അതേ സമയത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും പരിശുദ്ധ അമ്മ വഴി തന്നെ എനിക്ക് ദുബായിലേക്ക് പോകാനൊരു അവസരം കിട്ടി. അങ്ങനെ ഞാൻ ദുബായിലേക്ക് പോയി. ഓൾറെഡി സൗദിക്കുള്ള പേപ്പർ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് ദുബായിലേക്ക് പേപ്പർ വർക്ക് ചെയ്യാനായിട്ട് അധികം താമസം വന്നില്ല. അപ്പോൾ ആ സൗദിയുടെ പേപ്പർ വർക്ക് തന്നെ വെച്ച് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് ദുബായിലേക്ക് കയറിപ്പോയി. ഏകദേശം 9 മാസത്തോളം ഞാൻ വർക്ക് ചെയ്തു. പക്ഷേ എനിക്കവിടെ അധികം നാൾ നിൽക്കാൻ സാധിച്ചില്ല. കാരണം എൻ്റെ മനസ്സിലെപ്പോഴും യൂറോപ്പ് എന്നൊരു സ്വപ്നം എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു. കൃപാസനത്തിൽ വരാനുള്ള മെയിൻ കാരണം അത് തന്നെയായിരുന്നു. പക്ഷേ ഞാനവിടെ ദുബായിൽ പോയി. അവിടുത്തെ ജോലിഭാരവും അവിടുത്തെ ഒറ്റപ്പെടലും എന്നെ വളരെ തളർത്തി. ഞാനങ്ങനെ ഏകദേശം 2026 ഏപ്രിൽ 9-ാം തീയതി ഞാൻ തിരിച്ച് നാട്ടിലെത്തി. അങ്ങനെ 2026 ഏപ്രിൽ 13-ാം തീയതി ഞാൻ എൻ്റെ 4ാമത്തെ ഉടമ്പടി പുതുക്കി ഇവിടെ വന്ന്. പക്ഷേ 4ാമത്തെ ഉടമ്പടി പുതുക്കിയിട്ടും അച്ഛനെപ്പോഴും ധ്യാനത്തിൽ പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്, 4 ഉടമ്പടി പുതുക്കിയിട്ടും ലഭിക്കാത്തവർ അത്രയ്ക്കും മോശമായിട്ടുള്ള ഉഴപ്പി ഉടമ്പടി ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് അത് കിട്ടാത്തതെന്ന്. അപ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, പരിശുദ്ധമേ എൻ്റെ അവസ്ഥ കൊണ്ട് ഞാൻ എല്ലായിടത്തും തോറ്റുപോയതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ആയത്. അങ്ങനെയൊക്കെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ സത്യം പറയട്ടെ, ഞാൻ ഏപ്രിൽ 13-ാം തീയതി ഉടമ്പടി ഞാൻ വളരെ മാന്യമായ രീതിയിൽ കൊണ്ടുപോയി 90 ദിവസം ഞാൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഞാൻ ആ ഉടമ്പടി തന്നെയാണ് ഉള്ളത്. ഞാനങ്ങനെ ഏപ്രിലിൽ തന്നെ 23-ാം തീയതി 2026 ഞാൻ വിസയ്ക്ക് വെച്ചു മാൾട്ടയ്ക്ക് വിസയ്ക്ക് വെക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വിസ റിജക്ഷൻ കിട്ടുന്ന ടൈമിലാണ് ഞാൻ വിസയ്ക്ക് വെക്കുന്നത്. വിസ ഇൻ്റർവ്യൂ ഉള്ള ആൾക്കാർക്ക് വിസ റിജക്ഷൻ ഉറപ്പാണ്, മസ്റ്റായിട്ടുള്ള കാര്യമാണത്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെയായിരുന്നു, പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ മകനാണ് ഞാനെങ്കിൽ 2026 ഏപ്രിൽ 23-ാം തീയതി വിസയ്ക്ക് വെക്കുന്ന എനിക്ക് വിസ ഇൻ്റർവ്യൂ ഇല്ലാണ്ട് വിസ കിട്ടണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചത്. എൻ്റെ കൂടെ 3 പേര് വിസയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ അവിടെ വെച്ച് പരിചയപ്പെട്ട ആൾക്കാർ. അവർ എൻ്റെ കൂടെ വിസയ്ക്ക് വെച്ച് മെയ് 26-ാം തീയതി അവർക്ക് വിസ വന്നു. പക്ഷേ അവരുടെ കൂടെ വെച്ച് എനിക്ക് മാത്രം വിസ വന്നില്ല. അത് എന്നെ ഭയങ്കരമായിട്ടും തളർത്തി. പക്ഷേ ഞാൻ തളർന്നെങ്കിലും ഞാൻ പ്രാർത്ഥന കുറച്ചില്ല. അങ്ങനെ ജൂണിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ജൂണിൽ തന്നെ ജൂൺ 19-ാം തീയതി എനിക്ക് വിസ കിട്ടി. 2024 മുതൽ 2026 വരെ 2.5 വർഷത്തെ കാലയളവിൽ ഞാൻ ആഗ്രഹിച്ച എൻ്റെ സംഭവം ഞാൻ ജൂൺ 26-ാം തീയതി നേടിയെടുത്തു. അതാണ് എൻ്റെ ഈ കൃപാസന ഏറ്റവും വലിയ സാക്ഷ്യം. എനിക്ക് എപ്പോഴും ഉള്ള ആഗ്രഹമായിരുന്നു, യൂത്തിൻ്റെ ഇടയിലുള്ള ഒരാളെന്ന നിലയ്ക്ക് ഏറ്റവും വലിയ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയണം എന്നുള്ള എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അതാണ് എൻ്റെ ഈ മാൾട്ടയിലേക്കുള്ള വിസയുടെ അതിൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, മാൾട്ടയിലേക്കുള്ള വിസ കിട്ടുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ സ്ഥലം വിൽപ്പം നടക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം സ്ഥലം വിറ്റാലേ എനിക്ക് മാൾട്ടയിലേക്ക് പോകാനുള്ള ഏജൻസി ഫീസ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം മിഡിൽ ക്ലാസ് ഫാമിലി ആയതുകൊണ്ട് തന്നെ, വളരെ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ സ്ഥല വിൽപ്പന നടന്നാൽ മാത്രമാണ് വിസ കിട്ടിയാലും കയറി പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച ഫലമായി 30 ആൾക്കാർ വീട് വേണ്ടാന്ന് പറഞ്ഞ ആൾക്കാർ എന്ന സമയത്ത് 30 ആൾക്കാർ വന്ന് കണ്ടിട്ട് ഏപ്രിൽ 13-ാം തീയതി ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടുന്ന് മണ്ണെടുത്തുകൊണ്ട് പോയി എൻ്റെ വീടിൻ്റെ 4 ചുവരിൽ ഞാൻ കൊണ്ടുപോയിട്ടു. 4 ചുവരിൽ കൊണ്ടുപോയിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ചൊല്ലിയിട്ടു. അങ്ങനെ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടിട്ട് ഞാൻ എൻ്റെ 2ാമത്തെ ആഴ്ച ഞാൻ മണ്ണ് കൊണ്ടുപോയിട്ട് 14-ാം തീയതി മണ്ണ് കൊണ്ടുപോയിട്ടു. അതിൻ്റെ 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും ഞങ്ങളുടെ സ്ഥലവിൽപ്പന, ഞങ്ങൾ ആഗ്രഹിച്ച പൈസയ്ക്ക് തന്നെ ഞങ്ങളുടെ സ്ഥലവിൽപ്പന നടന്നു. അതാണ് എൻ്റെ 2ാമത്തെ സാക്ഷ്യം. അതുപോലെ ആത്മീയമായ രീതിയിൽ ഞാൻ വളരുക എന്ന് പറഞ്ഞാൽ, ഞാൻ കൃപാസനത്തിൽ വരുന്നതിന് മുമ്പ് ഞാൻ ജപമാല ചെല്ലുമായിരുന്നു. പക്ഷേ ഡെയിലി ചെല്ലുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ നേഴ്സായതുകൊണ്ട് തന്നെ പല ടൈമിലാണ് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് ചെല്ലുക എന്ന് പറഞ്ഞാൽ, പിന്നെ ഞാൻ യൂത്ത് ആയതുകൊണ്ടും എന്നെ സംബന്ധിക്കുന്ന കാര്യത്തിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ കൃപാസനത്തിൽ വെച്ച് ഞാൻ 2024 ഏപ്രിൽ 10-ാം തീയതി ഉടമ്പടി എടുത്തിട്ട് ഇന്നിപ്പം ഈ ജൂലൈ മാസം വരെ ഞാൻ ഇതുവരെ ഒരു ജപമാല പോലും മുടക്കിയിട്ടില്ല. സത്യസന്ധമായിട്ട് ഞാൻ പറയുന്നു. അത്രയ്ക്കും നല്ലൊരു കൃപ പരിശുദ്ധ അമ്മ വഴി എനിക്ക് തിരുക്കുമാരൻ ഇവിടെ തന്നിട്ടുണ്ട്. ആദ്യമായിട്ട് എനിക്കപ്പം ജപമാലയിലൂടെ കൂടുതലായിട്ട് സംബന്ധിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഞാൻ സത്യക്രിസ്ത്യാനി ആയതുകൊണ്ടും കുമ്പസാരം എന്ന കൂദാശ എന്താണെന്ന് ആദ്യം ഞാൻ സ്വീകരിക്കുന്ന സമയത്ത് അറിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ.
അപ്പം ആ കുമ്പസാരം എന്ന കൂദാശ ഞാൻ നേരത്തെ കൃപാസ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ 3 മാസം കൂടുമ്പം 2 തവണ അങ്ങനെയൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്ന ഞാൻ ഇപ്പം 1 മാസത്തിൽ 3 തവണയെങ്കിലും കുമ്പസാരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാനായിട്ട് പരിശുദ്ധ അമ്മ വഴി കൃപ നൽകി എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ എനിക്ക് ഇൻസ്റ്റഗ്രാമിലൊരു പേജുണ്ട്. ആ പേജിൽ കൂടെ പരിശുദ്ധ അമ്മയുടെ വീഡിയോസുകൾ ഒരുപാട് ചെയ്യുകയും അതിലൂടെ ഒരുപാട് ആൾക്കാർ എന്നോട് പ്രാർത്ഥനാ സഹായം ചോദിക്കുകയും അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥനാ സഹായം പ്രാർത്ഥിക്കാൻ പറ്റുകയും അതുപോലെ തന്നെ ഒരുപാട് പേര് കൃപാസനത്തെക്കുറിച്ച് ചോദിക്കുകയും ആ കൃപാസനത്തെക്കുറിച്ച് എനിക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ സാധിച്ചതിലും ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു. പരിശുദ്ധ അമ്മ എന്ന കൃപയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാൻ എനിക്ക് സാധിച്ചു. പത്രം കൊടുക്കുന്ന സമയത്ത് കൃപാസന പത്രം ആദ്യം ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ പത്രം കൊടുക്കുന്ന ബുദ്ധിമുട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഓരോരുത്തരുടെ ആൾക്കാരുടെ ഇടയിലേക്ക് പുച്ഛത്തോടെയുള്ള നോട്ടം, ഒരുപാട് ആൾക്കാരെ മുന്നിൽ പോയിട്ട് ഞാൻ പുച്ഛത്തോടെ നോട്ടത്തിൽ ഞാൻ നാണം കെട്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത്രയും പ്രായമായിട്ട് നീയൊക്കെ പത്രം കൊടുത്ത് നടക്കുക എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളും എൻ്റെ മനസ്സിലേക്ക് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ അത്രയ്ക്കും നാണം കെട്ടിച്ചിട്ടും പരിശുദ്ധ അമ്മയ്ക്കും കർത്താവായ ഈശോയ്ക്കും വേണ്ടിയിട്ട് എനിക്ക് ആ പത്രം കൊടുക്കാൻ സാധിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. അതുപോലെ തന്നെ ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടും ബാംഗ്ലൂരിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് എൻ്റെ 2ാമത്തെ പുതുക്കൽ ഉടമ്പടിയുടെ സമയത്ത് ഞാൻ കർണാടക പത്രം മേടിച്ചു പോയി. കർണാടക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾ വളരെ കുറവുള്ള സ്ഥലമാണ്. കർണാടക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ മതക്കാർ കൂടുതലുള്ള സ്ഥലമാണ്. അപ്പോൾ വേറെ മതക്കാരുള്ള സ്ഥലങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് ക്രിസ്ത്യാനികളല്ലാത്ത ആൾക്കാർക്ക് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത് എനിക്ക് ഈ പത്രം കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു. അങ്ങനെ 2ാമത്തെ ഉടമ്പടിയിലെ എല്ലാ പത്രവും എനിക്ക് എത്ര പത്രം കിട്ടുമെന്ന് എനിക്ക് ഓർമ്മയില്ല. 30ഓളം പത്രം എനിക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട്. ആ പത്രം മുഴുവൻ ഞാൻ കൃപാസനത്തിൻ്റെ പത്രം അവിടെ ബാംഗ്ലൂർ കൊണ്ടുപോയി എനിക്ക് കൊടുക്കുവാനായിട്ട് സാധിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. പിന്നെ ഡെയിലി ബ്ലെസ്സിങ്ങിലാണെങ്കിലും എല്ലാ ദിവസത്തെ ഡെയിലി ബ്ലെസ്സിങ് ഞാൻ കൂടുമായിരുന്നു. മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ ജപമാല ചെല്ലുമായിരുന്നു. അതുപോലെ തന്നെ ഒരു ചൊവ്വാഴ്ചത്തെ പോലും ധ്യാനം ഞാൻ മുടക്കത്തില്ലായിരുന്നു. ചൊവ്വാഴ്ചത്തെ ധ്യാനം എനിക്ക് ചൊവ്വാഴ്ച തന്നെ കൂടാൻ സാധിക്കത്തില്ലായിരുന്നു. കാരണം എനിക്ക് ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് കൂടണമായിരുന്നു. അപ്പോൾ ഞാൻ ഞായറാഴ്ചക്കുള്ളിൽ തന്നെ ആ ആഴ്ചത്തെ ഞായറാഴ്ചക്കുള്ളിൽ തന്നെ ഏതെങ്കിലും ഒരു ദിവസം ഞാൻ അതിന് വേണ്ടി ടൈം മാറ്റി വെച്ച് ആ ധ്യാനം കൂടുമായിരുന്നു. അങ്ങനെ പരിശുദ്ധ അമ്മ എനിക്ക് ഈ 2024 തൊട്ട് 26 വർഷക്കാലത്ത് ഒരുപാട് പരീക്ഷണങ്ങൾ തന്നു. കാരണം നമ്മുടെ വിശ്വാസം കുറയുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പരിശുദ്ധ അമ്മ വഴി തിരുക്കുവാൻ എനിക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ തന്നു. ആദ്യത്തെ കുറേ പരീക്ഷണങ്ങൾ ഞാൻ തോറ്റു. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി പരീക്ഷണങ്ങൾ നമ്മൾ വിജയിപ്പിക്കുന്നുള്ളത് എൻ്റെ കൃപാസന മാതാവ് എനിക്ക് ആ ഒരു ഉണർവ് എനിക്ക് തന്നു. എനിക്കതിൻ്റെ ആൻസർ തന്നു. അതുപോലെ തന്നെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് വിസ വന്ന സമയത്ത് വിസ വരുന്നതിന് മുമ്പായിട്ട് എൻ്റെ മനസ്സിൽ 2 അക്ക നമ്പർ എപ്പോഴും വരുമായിരുന്നു. അപ്പോൾ 2 അക്ക നമ്പറിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. ജൂലൈ അവസാനം നിനക്ക് വിസ വരും, ഒരു 2 അക്ക നമ്പറും വരുമായിരുന്നു. അപ്പോൾ 2 അക്ക നമ്പർ എന്താണെന്ന് ഇങ്ങനെ ഞാൻ ആലോചിച്ചുകൊണ്ട സമയത്ത് എനിക്ക് വിസ വന്ന സമയത്ത് 29ാമത്തെ പേജിലാണ് എൻ്റെ വിസ കിട്ടിയത്. അപ്പോൾ ആ 2 അക്ക നമ്പർ എന്നെ മാതാവ് തോന്നിപ്പിച്ചത് എനിക്ക് ആ വിസ വരുന്ന നമ്പറായിരുന്നു. അതിൽ ജൂലൈ അവസാനം ഞാൻ പോകുമെന്ന് പറഞ്ഞു. ജൂലൈ അവസാനം ഞാൻ പോകാനായിട്ട് എൻ്റെ പേപ്പർ വർക്കെല്ലാം ഏകദേശം കഴിയാനായി. ഈ ആഴ്ച ഒരു ക്ലാസ്സോട് കൂടി കഴിഞ്ഞ് എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടി. ഈ ആഴ്ച അവസാനം എനിക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ പരിശുദ്ധമ്മ എന്നെ തോന്നിപ്പിച്ച എല്ലാ കാര്യങ്ങളും അതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. കാരണം പരിശുദ്ധ അമ്മേനെ ഞാൻ വിശ്വസിച്ചു, തിരുക്കുമാരനെ ഞാൻ വിശ്വസിച്ചു, എന്നെ സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചു. താങ്ക് യു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായം 15-ാം തിരുവചനം. കർത്താവ് അവനോട് പറഞ്ഞു, നീ പോവുക, വിജാതീയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുൻപിൽ എൻ്റെ നാമം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണവൻ. പൗലോസ് ശ്ലീഹായുടെ മാനസാന്തര സമയത്ത് അനനീയാസിനോട് ഈശോ ചെയ്ത അരുളപ്പാടാണത്. നീ പോവുക, അവന് അഭിഷേകം നൽകുക എന്ന അനനീയാസിനോട് പൗലോസിനെ കുറിച്ച് പറയുന്നതാണ്. അമൽ റോയ് എന്ന ഈ മകൻ, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നിയോഗം തന്നെ എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്നുള്ള നിയോഗമായിരുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മോട് പറയാറുണ്ട്, നിങ്ങളുടെ നിയോഗങ്ങൾ, ആവശ്യങ്ങൾ പെട്ടെന്ന് കത്തിപ്പിടിക്കണമെങ്കിൽ, പെട്ടെന്ന് സാധിക്കണമെങ്കിൽ ഒരൊറ്റ വരി പ്രാർത്ഥനയേ ഉള്ളൂ, അത് എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്നുള്ള പ്രാർത്ഥന. ആ നിയോഗം സാധിച്ചതിൻ്റെ സന്തോഷത്തിലാണ്, വളരെ എക്സൈറ്റ്മെൻറ്റിലാണ് അമൽ റോയ് എന്നിവിടെ സാക്ഷ്യം പറയുന്നത്. 2ാമത്തെ നിയോഗം എന്ന് പറയുന്നത് മാൾട്ട വിസ ലഭിക്കണം എന്നുള്ളതായിരുന്നു. അതിലൂടെ 2.5 വർഷക്കാലം ഈ മകൻ കടന്നുപോയ എല്ലാ സംഘർഷങ്ങളെയും കുറിച്ച് മകൻ ഇവിടെ ഏറ്റുപറയുകയായിരുന്നു. നമുക്കറിയാവുന്ന പോലെ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാൻ ഒരുങ്ങുന്നത് ഒരു വലിയ തീരുമാനമാണ്. വിഷയമല്ല പ്രധാനം, ദൈവമാണ് എൻ്റെ വിഷയം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതാണ് ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ തിരുവുത്താനത്തിൻ്റെ കല്ലറയിൽ നിന്ന് എമ്മാവൂസ് വരെ പോയ ശിഷ്യന്മാർ കണ്ണു തുറന്നപ്പോൾ ഞങ്ങൾ എത്രയോ അകന്നുപോയി
എന്ന ഒരു തിരിച്ചറിവ് അവർക്ക് ലഭിച്ചു. നമുക്ക് തിരിച്ചു നടക്കേണ്ട സമയമായി, കണ്ണ് തുറക്കേണ്ട സമയമായി എന്നെല്ലാമാണ് നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ നാം ലാഗ് ചെയ്യുമ്പോൾ, നമുക്ക് എപ്പോഴെങ്കിലും മടുപ്പ് തോന്നുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലല്ലോ, മറ്റുള്ളവർക്കെല്ലാം ലഭിച്ചു, എനിക്ക് മാത്രം ലഭിച്ചില്ല എന്ന സങ്കടകാലത്ത് നാം ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങളാണതെല്ലാം. ഈശോ എന്നെ കൈവിടില്ല, കാരണം ഞാൻ ഉടമ്പടിയിലാണ്. പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. നമുക്ക് ദൈവം നമ്മെ വ്യക്തിപരമായി സ്നേഹിക്കുന്നു എന്ന് വീണ്ടും വീണ്ടും പറയുന്നതാണ് നഷ്ടപ്പെട്ട നാണയം, നഷ്ടപ്പെട്ട കുഞ്ഞാട്, ധൂർത്തുപുത്രൻ. ഈശോ നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ, കഥകൾ, പാരബിൾസ് നമുക്ക് സുവിശേഷത്തിൽ കാണാൻ സാധിക്കും. ഈ മകനെ ഇന്ന് വളരെയധികം അനുഗ്രഹിച്ചിരിക്കുന്ന മകനെ യൂട്യൂബിൽ, ഇൻസ്റ്റയിൽ ഒരു അക്കൗണ്ട് തുടങ്ങുവാനും അത് ഈശോയ്ക്ക് വേണ്ടി പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുവാനും അതിലൂടെ ഒരുപാട് മക്കൾ വിശ്വാസത്തിലേക്ക് വരുവാനും അവർക്കെല്ലാം ഒരു അകമഴിഞ്ഞ് കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ചെയ്യുവാനുള്ള വലിയ കൃപ ലഭിച്ചതിൻ്റെ അഭിഷേകത്തോടെയാണ് ഈ മകൻ ഇവിടെ നിൽക്കുന്നത്. അമൽ റോയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ ജീവിത പ്രതിസന്ധികളെയും, ഈ വിസ തടസ്സമായി നിൽക്കുന്ന എല്ലാ മക്കളുടെയും, സ്ഥലവിൽപ്പനയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ അവസ്ഥകളെയും ഈ മകൻ പറയുകയുണ്ടായി. ഞാനിവിടെ നിന്ന് 2.5 വർഷക്കാലം ഞാൻ 30 പേർ വന്ന് കണ്ടുപോയ ആ സ്ഥലം ഞാൻ 2.5 വർഷമായിട്ട് പരിശ്രമിക്കുകയായിരുന്നു. 2 ആഴ്ച കൊണ്ട് ഞാനിവിടെ നിന്ന് വിശുദ്ധ മണ്ണ് കൊണ്ടുപോയിട്ട് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് അത് സാധിച്ചു എന്ന് പറഞ്ഞു. എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയുന്നതോടൊപ്പം നമ്മുടെ ജീവിത പ്രതിസന്ധികളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. ഈശോയ്ക്കും മാതാവിനും സ്തുതി. എൻ്റെ പേര് അശ്വതി. ഞാൻ കോതമംഗലത്തു നിന്നാണ് വരുന്നത്. ഞാൻ 29/12/2023 ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഇത് എൻ്റെ 2ാമത്തെ സാക്ഷിയാണ്. അപ്പോൾ ആദ്യം ഞാൻ ഇതിനു മുമ്പ് പുതുക്കാൻ വന്നപ്പോൾ എനിക്ക് ജോലി നഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ വേറൊരു ജോലിക്ക് വേണ്ടി ഞാൻ ട്രൈ ചെയ്യായിരുന്നു. മാതാവിനോട് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. ഞാൻ ഫാർമസി പഠിച്ചതാണ്. അപ്പോൾ എനിക്ക് മാതാവ് നല്ലൊരു സ്ഥലത്ത് ജോലി തന്നു. പക്ഷേ ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു. 2 ബസ് കയറിയാണ് ഞാൻ ജോലിക്ക് പോയിരുന്നത്. അപ്പോൾ അതെനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. തണുപ്പടിച്ച് കഴിയുമ്പോൾ നീർക്കൊട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ എല്ലാ മാസവും ഇവിടെ വരും. അപ്പോൾ ഞാൻ മാതാവിനോട് അത് പ്രാർത്ഥിച്ചുള്ളൂ, നിയോഗം വെച്ചില്ല. മാതാവേ എനിക്ക് ജോലി എളുപ്പമാക്കി തരണം, ഇങ്ങനെ 2 ബസ് കയറുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. മാതാവ് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ, കുറച്ച് ദൂരെ തന്നെയായിട്ട് 15 രൂപ പോയിന്റിൽ അതേ സ്ഥാപനത്തിൻ്റെ ഉടമ തന്നെ മറ്റൊരു കട തുടങ്ങി. അങ്ങോട്ടേക്ക് ആദ്യം എന്നെ വിടുന്ന് തീരുമാനിച്ചില്ലായിരുന്നു, വേറെ ആളെയാണ് തീരുമാനിച്ചിരുന്നത്. അപ്പോഴും ഞാൻ മാതാവിനോട് വന്ന് പറഞ്ഞു, എന്നെ അങ്ങോട്ടേക്ക് വിടാൻ മാതാവ് സഹായിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പുള്ളി ഇങ്ങോട്ട് വന്ന് എന്നോട് പറഞ്ഞു, അശ്വതി അങ്ങോട്ട് മാറിക്കോ, ഇയാൾക്ക് അവിടെയാണെങ്കിൽ എളുപ്പമാണ്, പോയി വരാൻ എളുപ്പമല്ലേ എന്ന് പറഞ്ഞു. പിന്നെ ജോലിസ്ഥലത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഞാൻ ആദ്യം മാതാവിനോട് പറയും. അതിപ്പോൾ എന്ത് കാര്യത്തിനാണെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഞാൻ ആദ്യം മാതാവിനോട് പറയും. പ്രശ്നങ്ങൾ വരുമ്പോൾ ആദ്യമൊക്കെ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ വേഗം പേടിക്കും, ഒന്നും സംസാരിക്കില്ലാത്ത ഒരാളായിരുന്നു. പക്ഷെ ഇപ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ എനിക്ക് നല്ല ധൈര്യമുണ്ട്. ആദ്യം ഞാനത് മാതാവിനോട് പറയും. എന്നിട്ട് മാതാവ് എന്താ വെച്ചാൽ ചെയ്തോ, തീരുമാനിച്ചോ എന്നേ ഞാൻ പറയുള്ളൂ. എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം വേണമെങ്കിൽ പോലും ഞാൻ മാതാവിനോടാണ് പറയുന്നത്. എനിക്കിത് വേണമെന്ന് ആഗ്രഹമുണ്ട്, അതെനിക്ക് നല്ലതാണോ എന്നറിയില്ല, മാതാവ് തീരുമാനിച്ചാൽ എനിക്ക് നൽകിയാൽ മതി എന്നേ ഞാൻ പറഞ്ഞിരുന്നത്. അടുത്ത സാക്ഷ്യം എൻ്റെ മോനാണ്. അവന് ജനിച്ചപ്പം മുതൽ ഇമ്മ്യൂണിറ്റി പവർ കുറവായിരുന്നു. അപ്പോൾ വേഗം അസുഖങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് തണുപ്പൊക്കെ അടിക്കുമ്പോൾ ചുമയും പനിയൊക്കെ വന്നാൽ മാറില്ല, ആൻറ്റിബയോട്ടിക് എടുത്താലേ മാറുമായിരുന്നുള്ളൂ. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, ഇവനെ ഞാൻ ജപമാല റാലിക്ക് കൊണ്ടുവന്നോളാം, അപ്പോൾ ഇവൻ്റെ അസുഖം മാറ്റി കൊടുക്കണേന്ന് പറഞ്ഞു പ്രാർത്ഥിച്ച് കഴിഞ്ഞ പ്രാവശ്യം ജപമാല റാലിക്ക് ഞാൻ ഇവനെ കൊണ്ടുവന്നു. അപ്പോൾ വന്നപ്പോഴും ഇവന് പനി മാറിയേ ഉണ്ടായിരുന്നുള്ളൂ, ചുമ ശരിക്കും മാറിയിട്ടുമില്ല. പക്ഷെ ജപമാല റാലി മുടക്കണ്ടെന്ന് കരുതി ഞാൻ മോനെയും കൊണ്ട് വന്നു. ഞങ്ങൾ 2 പേരും കൂടി നടന്നു, ജപമാല റാലിക്ക് പ്രാർത്ഥിച്ച് നടന്നു. കുറച്ചൊക്കെ അപ്പോൾ അവൻ ക്ഷീണിച്ചെങ്കിലും പയ്യെ പിന്നെയും എൻ്റെ കൂടെ നടക്കും, പ്രാർത്ഥിച്ച് നടക്കും. അതിനുശേഷം പിന്നെ ഇതുവരെ അവന് പനിച്ചിരുന്നില്ല. പനി പിന്നെ വന്നിട്ടേ ഇല്ല. ചിലപ്പോൾ വല്ല ചുമയും വന്നാലേ ഉള്ളൂ, അതും വേഗം മാറുകയും ചെയ്യും. പിന്നെ ഇതുവരെ ആൻറ്റിബയോട്ടിക് അവൻ എടുക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാനത് പറയാൻ വിട്ടുപോയി, മറന്നുപോയിരുന്നു. ആദ്യമായിട്ട് സാക്ഷ്യം പറഞ്ഞ കാരണം എനിക്ക് അന്നേരം ആ സമയത്ത് അത് ഓർമ്മ വന്നില്ല.
പക്ഷെ ഞാനത് ഓർക്കാതെ മറന്നുപോയതാ. പക്ഷെ അന്ന് വീട്ടിൽ ചെന്നപ്പോൾ അന്ന് ഞാൻ ഇവിടുന്ന് പോയപ്പോൾ മനസ്സിൽ വിചാരിച്ചു സാറില്ല ഇനിത്തെ പ്രാവശ്യം പറയാ എന്ന് വിചാരിച്ചു. ഞാൻ മാപ്പ് പറഞ്ഞില്ല പറയാൻ പറ്റാത്തതിൻ്റെ പേരിൽ. അപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ അന്ന് പനിച്ചു. അപ്പം ഞാൻ രാത്രി മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവെ ഞാൻ സാക്ഷ്യം പറയാൻ ഓർത്തില്ല, എന്നോട് ക്ഷമിക്കണം, ഇനി സാക്ഷി ഞാൻ പറയുമ്പോൾ അത് പറഞ്ഞേക്കാം, ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ ഉപ്പിട്ടിവന് വെള്ളം കൊടുത്തു. അന്ന് പിറ്റേ ദിവസം പനി നിന്നു, പിന്നെ പനിച്ചില്ല. പിന്നെ ഇതുവരെയും പനി ഒന്നും ഉണ്ടായിട്ടില്ല. ആസനത്തിൽ വരുന്നത് ആദ്യം എൻ്റെ അച്ഛനങ്ങനെ മാതാവിന് ഇഷ്ടക്കുറവൊന്നുമില്ല, മകയ്ക്ക് പള്ളികളിലൊക്കെ പോവും. പക്ഷെ ഇവിടെ വരുന്നതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു ആദ്യം. അപ്പം ഞാൻ ഉപവാസം എടുക്കുമ്പോൾ എന്നെ വഴക്കു പറയും, എന്തിനു ഉപവാസം എടുക്കുന്നതെന്നൊക്കെ ചോദിച്ച് വഴക്കു പറയായിരുന്നു. അപ്പം ഞാനത് കാര്യമാക്കില്ല, ഞാനിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. മാതാവിനോട് അന്നേരം ഞാൻ പറയും, ഞാനായിട്ട് ഒന്നും പറയില്ല, മാതാവായിട്ട് മാറ്റിയാൽ മതി, ഞാനൊന്നും പറയില്ല, ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. പിന്നീട് പയ്യെ പയ്യെ മാറ്റം വന്നു തുടങ്ങി. വീട്ടിലിപ്പം നോൺ വെജ് മേടിക്കുകയാണെങ്കിൽ ആദ്യം അച്ഛൻ എന്നെ വിളിച്ച് ചോദിക്കും, നിനക്കിന്ന് ഉപവാസം ഉണ്ടോ എന്ന് ചോദിക്കും. ഉണ്ടെന്ന് പറയുവാണെങ്കിൽ പറയും എന്നാൽ നാളെ മേടിക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യും. പിന്നെ പള്ളിയിൽ വരുന്നതിന് രാവിലെ എന്നെ ബസ് കയറാനായിട്ട് ടൗണിൽ അച്ഛൻ എന്നെ കൊണ്ടുവന്ന് വിടുന്നത്. വരാൻ നേരത്ത് ഞങ്ങൾക്ക് മാതാവിൻ്റെ അടുത്ത് വയ്ക്കാൻ പൂമാല മേടിക്കാനൊക്കെ പൈസ തരും, പ്രാർത്ഥിക്കണം എന്നും പറഞ്ഞ് നേർച്ചയിടാനൊക്കെ പൈസ തരും. പക്ഷേ ഇതുവരെ ഇങ്ങോട്ട് വന്നിരുന്നില്ല. അപ്പോഴും ഞാൻ പറഞ്ഞു മാതാവിനോട്, ഞാനൊരു കാര്യവും പറഞ്ഞ് ചെയ്യിക്കില്ല, മാതാവ് ഇടപെട്ട് ചെയ്യിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അച്ഛന് തന്നെ തോന്നി, ഇന്നലെ കഴിഞ്ഞ 2 ദിവസം മുന്നേ എന്നോട് പറഞ്ഞു ഞാനും വരാൻ കൂടെ എന്നും പറഞ്ഞ്. ഇന്ന് ഞാനും അച്ഛനും മോനും എല്ലാവരും ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. അവിടെ കുർബാനയുടെ സമയത്ത് അച്ഛൻ അവിടെ നിൽക്കണ്ടായിരുന്നു. ഇതുവരെ അച്ഛൻ അങ്ങനെ പള്ളി കയറി ഒരുപാട് നേരം നിൽക്കണം ഞാൻ കണ്ടിട്ടില്ല. ഇന്നാദ്യമായിട്ട് അങ്ങനെ കുറേ നേരം നിന്നു. പിന്നെ അത് മാതാവ് അച്ഛന് കൊടുത്തൊരു വലിയ മാറ്റമാണ്. പിന്നെ ഞാൻ ആത്മീയ കാര്യങ്ങളിൽ എനിക്ക് എന്നോട് ആരെങ്കിലും സഹായം ചോദിച്ചാൽ എൻ്റെ കയ്യിൽ ഉള്ളതനുസരിച്ച് ഞാൻ കൊടുക്കും. അതുപോലെ വീടിൻ്റെ അടുത്തുള്ള ഒരു സിസ്റ്റർമാർ കിടപ്പ് രോഗികളെ നോക്കുന്ന സ്ഥലമുണ്ട്, അവിടെ ഞങ്ങൾ പോവാറുണ്ട്. അവിടെ അവരുടെ ഒപ്പം വർത്തമാനം പറഞ്ഞിരിക്കും, ഭക്ഷണം കഴിക്കാൻ പോവും. ക്രിസ്മസിന് ഈസ്റ്ററിനൊക്കെ അവരുടെ അടുത്ത് പോവാറുണ്ട്. പിന്നെ പത്രം കൊടുക്കുന്നത് ഞാൻ വീടുകളിലൂടെ കയറിയാണ് കൊടുക്കുന്നത്, നടന്നു പോയി കൊടുക്കും, ദൂരമൊന്നും നോക്കൂല. ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴായിരിക്കും, ചിലപ്പോൾ ജോലിക്ക് പോകുന്ന സമയം അനുസരിച്ചായിരിക്കും, എനിക്ക് കിട്ടുന്ന സമയം അനുസരിച്ച് ഞാൻ പത്രം കൊടുക്കുന്നത്. അത് നടന്നാൽ ഞാൻ കൊടുക്കുന്നത്, എത്ര ദൂരമാണെങ്കിലും ഞാൻ നടന്നാൽ കൊടുക്കൂ. അപ്പോൾ പത്രം കൊടുക്കുന്ന ദിവസം ഞാൻ ഒന്നും കഴിക്കാതെ പോയിട്ട് അത് കൊടുത്തതിന് ശേഷം മാത്രമേ ഞാൻ വെള്ളം പോലും കുടിക്കുകയുള്ളൂ. അതൊക്കെ മാതാവ് എനിക്ക് തന്നൊരു ശക്തിയാണ്. നേരത്തെ ഭക്ഷണം കഴിക്കാതിരുന്ന ഇച്ചിരി നേരം പോലും കഴിക്കാതിരിക്കാൻ പറ്റാത്ത എനിക്ക് ഇപ്പം ഭക്ഷണം കഴിക്കാതിരിക്കുന്നതിലൊരു ബുദ്ധിമുട്ടും തോന്നില്ല. ആത്മീയ കാര്യങ്ങളിൽ മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ അത് ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒരാളല്ല ഞാൻ പള്ളിയിൽ പോയാലും ചുമ്മാ മാതാവിനിങ്ങനെ നോക്കിയിരിക്കുന്നല്ലാതെ എനിക്കങ്ങനെ വലിയ കാര്യമായിട്ട് പ്രാർത്ഥിക്കാൻ അറിയില്ലായിരുന്നു. ഇപ്പോൾ എപ്പോഴും മാതാവിനിങ്ങനെ നോക്കിയിരിക്കും. ചിലപ്പോൾ ഞാൻ ജോലി ചെയ്യുമ്പോൾ ഞാൻ തന്നെയാണെങ്കിൽ പോലും ഞാൻ മാതാവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കും. എൻ്റെ കൂടെ മാതാവ് ഉണ്ടെന്ന രീതിയിലാണ് ഞാൻ നടക്കുന്നതും സംസാരിക്കുന്നതും. ഞാൻ ജോലി ചെയ്യുന്ന കടയിൽ ഞാൻ മാതാവിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ നിന്ന് കൊണ്ടുവന്ന് വെച്ചു. അതിൻ്റെ ഉടമസ്ഥൻ എന്നോടൊന്നും പറഞ്ഞൊന്നുമില്ല. ആരും ഇല്ലാത്തപ്പോൾ ഞാനപ്പോൾ അവിടെ പോയിരുന്ന് വർത്തമാനം പറയും മാതാവിനോട്. എനിക്ക് ദേഷ്യം വന്നാൽ ചിലപ്പോൾ ഞാൻ മാതാവിനോട് ദേഷ്യപ്പെടും, സങ്കടം വന്നാൽ ഞാൻ സങ്കടപ്പെട്ട് പറയും, സന്തോഷം ഉണ്ടെങ്കിൽ ആദ്യം ഓടിപ്പോയി പറയുന്നു മാതാവിനോടായിരിക്കും. ശരിക്കും ഒരു കൂട്ടുകാരിയെ പോലെയാണ് മാതാവ് എനിക്കിപ്പോൾ. അത്രയ്ക്കും കൂട്ടായിട്ടാണ് നടക്കുന്നത്. ഞാൻ ഇവിടെ വരുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. വരാൻ പറ്റിയില്ലെങ്കിലോ അല്ലെങ്കിൽ ഒരു മാസത്തെ പത്രം കിട്ടിയില്ലെങ്കിലോ എനിക്ക് ഭയങ്കര സങ്കടമായിരിക്കും. ഞാൻ സങ്കടപ്പെട്ട് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ചോദിക്കും, ഈ മാസത്തെ പത്രം എനിക്ക് കിട്ടിയില്ലല്ലോ, വരാൻ പറ്റാത്തതുകൊണ്ടാണോ എന്നൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് അന്നേ ദിവസം വൈകുന്നേരത്തിനുള്ള പത്രം കിട്ടും. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും ഞാൻ 1000 നന്ദി പറയുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 12-ാം തിരുവചനം. ആകാശത്തിനു കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഈശോയുടെ നാമം പ്രഘോഷിക്കപ്പെടുന്ന എല്ലായിടങ്ങളിലും അവിടുത്തെ നാം മഹത്വീകരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അശ്വതി എന്ന ഈ മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ യാതൊരു യോഗ്യതകളുമില്ലാതെയാണ് മകൾക്ക് തൻ്റെ ജോലിയിൽ നിന്നുള്ള സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള
മാറ്റം കൊടുത്തത് എന്ന് മകൾ ഏറ്റുപറയുകയുണ്ടായി. തനിക്ക് ആ സമയത്ത് ആഗ്രഹിച്ച കാര്യങ്ങൾ മാത്രമാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ മകൾക്ക് നൽകിയത്. അതുപോലെ തന്നെ മകൻ്റെ കുഞ്ഞുനാൾ മുതലുള്ള പനിയും ചുമയും മാറാതെ വന്നപ്പോൾ ഇവിടെയുള്ള നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തന്നെ അതിന് സൗഖ്യമുണ്ടായി എന്നും ഈ മകൾ ഏറ്റുപറയുന്നു. എല്ലാറ്റിനുമുപരി 5 വർഷക്കാലമായിട്ടാണ് ഈ മകൾ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈശോയോടുള്ള സ്നേഹവും വാത്സല്യവും പരിശുദ്ധ അമ്മയോടുള്ള ഒരു വലിയ അകമഴിഞ്ഞ സ്നേഹവും വാത്സല്യവും ഈ മകൾക്കുണ്ട്. എപ്പോഴും പരിശുദ്ധ അമ്മയെ നോക്കിയിരിക്കുവാനും തൻ്റെ ആഗ്രഹങ്ങളെല്ലാം പരിശുദ്ധ അമ്മയോട് യഥാസമയം പറയുമ്പോൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ അതെല്ലാം ലഭിക്കുന്ന ഒരു പ്രത്യേക സ്വഭാവവിശേഷം ഈ മകൾക്കുണ്ട്. കാരണം ഈശോ തന്നെ നമ്മോട് പറയുന്നുണ്ട്, ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം നിങ്ങളോട് കൂട്ടിച്ചേർക്കപ്പെടും. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് നടക്കുന്നത് ഉടമ്പടിയുടെ ഒരു സമയച്ചുരുക്കത്തിൻ്റെ പ്രത്യേകതയാണ്. നമുക്ക് അഭിഷേകമാണ് ലഭിക്കേണ്ടതെന്ന് ഈ ഉടമ്പടി ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്, കർത്താവായ ദൈവമേ, ഉടമ്പടി ജീവിതത്തിൽ അങ്ങയോട് കാണിക്കേണ്ട ദൈവസ്നേഹത്തിന് ഉപോൽപ്പന്നമായ അഭിഷേകം നൽകണമേ എന്ന്. ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് അനുഗ്രഹങ്ങൾ ഉറപ്പാണ്. പക്ഷേ ഉടമ്പടി ജീവിതം മുന്നോട്ട് വയ്ക്കേണ്ടത് അഭിഷേകത്തിലാണ് ചെന്ന് അവസാനിക്കേണ്ടത്. ആത്മാർത്ഥതയോടുള്ള സ്നേഹത്തിലാണ്. അതാണ് ഇറ്റേണിറ്റി, നിത്യതയിലേക്കുള്ള ജീവിത കാൽവെപ്പ് എന്ന് പറയുന്നത്. ഉടമ്പടിയിലെ ദൈവിക കാര്യങ്ങൾ ഇൻവെസ്റ്റ്മെൻ്റ് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഈശോയെ സ്നേഹിക്കണം, ഈശോയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയണം. അതിനുവേണ്ടി പരിശുദ്ധ അമ്മ നമ്മെ എപ്പോഴും കൈപിടിച്ച് നടത്തും. അമ്മ നമ്മെ കൈപിടിച്ച് നടത്തുന്നത് അമ്മയിലേക്കല്ല, ഈശോയിലേക്കാണ്. ഇവിടെയാണ് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പൂർണ്ണമായ സ്നേഹം നമുക്ക് അനുഭവിക്കുവാനും അവിടുത്തെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത്. അശ്വതിക്കും കുടുംബത്തിനും കുഞ്ഞിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവം.